വെൽക്കം ടു ദ ക്രിപ്റ്റോണിസ്റ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇന്നലെ രാത്രിയോട് കൂടി ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 1 അവസാനിച്ചു. ഇന്നലെ രാത്രി 12:30 സമയത്തൊക്കെ ആയിട്ട് ഇവരുടെ സ്നാപ്ഷോട്ട് എടുക്കുക എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. സ്നാപ്ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റ് വരെ നമ്മൾ കളിച്ചുണ്ടാക്കിയ നമ്മുടെ പോയിൻറ്റ്സ്, PPH, ബാലൻസ്, കാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് ഇതിൻ്റെ എല്ലാം റെക്കോർഡ്സ് എടുത്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ഇനി നമുക്ക് എത്ര കോയിൻ അലോക്കേഷൻ ഉണ്ട് എന്ന് അവർ തീരുമാനിക്കുക. ഈ പ്രോസസ്സിനെയാണ് സ്നാപ്ഷോട്ട് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇൻ്റർഫേസ് തുറന്നാൽ നമുക്കിവിടെ താഴെ ഭാഗത്തായിട്ട് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സെഷൻ കാണാൻ പറ്റും. ഇതാണല്ലോ നമ്മൾ നോക്കുന്ന പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്ന കാര്യം. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെപ്റ്റംബർ 26, 2024 അഥവാ ഒരു 5 ദിവസത്തിനുള്ളിൽ കോയിൻ ലിസ്റ്റ് ചെയ്യും എന്നതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് സീസൺ 1 ഈസ് ഓവർ എന്ന് പറയുന്നുണ്ട്. വി ആർ കാൽക്കുലേറ്റിംഗ് യുവർ റിസൾട്ട് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര കോയിൻ അലോക്കേഷൻ കിട്ടി എന്നുള്ളത് അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു ചില ബോട്ടുകൾ ഉപയോഗിച്ച് കീ ജനറേറ്റ് ചെയ്തവർക്കും ഓട്ടോ ടാപ്പ് സെറ്റ് ചെയ്ത് ബോട്ടിനെ ചീറ്റ് ചെയ്തവർക്കും സീസൺ 1 കോയിൻ അലോക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിവിധ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പോസ്റ്റ്, അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല സീസൺ 2 നമുക്ക് ഏൺ എന്ന ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ജമ്മുകൾ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. സീസൺ 2 പ്രധാനമായിട്ടും ജമ്മിനാണ് ഇമ്പോർട്ടൻസ്. സീസൺ 1 നമുക്ക് കീക്കായിരുന്നു അല്ലെങ്കിൽ PPHനായിരുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നു. സീസൺ 1 ജമ്മിനാണ് ഇമ്പോർട്ടൻ്റ്. ഈ ജമ്മ് കളക്ട് ചെയ്തിട്ട് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാർഡുകളുണ്ട്. ഈ കാർഡുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. കാർഡുകൾ ഓരോന്നും അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് മാക്സിമം PPH കൂട്ടിയെടുക്കുക. പക്ഷേ ഓരോ കാർഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 6 hours ആണ് സ്റ്റാർട്ടിങ് തന്നെ. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന 5 മിനിറ്റൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സീസൺ 2 പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നുകളൊക്കെ ഒരുപാട് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ മാക്സിമം നേരത്തെ കയറി ഈ സ്കിന്നുകളൊക്കെ ഫ്രീ ആയിട്ടുള്ള സ്കിന്നുകളൊക്കെ ക്ലെയിം ചെയ്ത് വെക്കുക. സീസൺ 2 ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് യൂസ്ഫുള്ളായി മാറും. അതേപോലെ തന്നെ ഇനി കോയിൻ ലിസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോട്ടൽ കോയിൻ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ കോയിനാണ്. 100 ബില്യൺ കോയിനാണ് ടോട്ടൽ സപ്ലൈ ആയിട്ടുള്ളത്. കറൻറ്റ് പ്രീ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.0091 ആണ്. ഇതിൽ ചെറിയ ചേഞ്ച് വരും. നമുക്ക് എന്തായാലും ഇതിൽ നിന്നും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൈസ് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്കറിയേണ്ടത് നമുക്ക് എത്രത്തോളം കോയിൻ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർ എന്നാണ്. അതേപോലെ സീസൺ 1 നമുക്ക് എത്രത്തോളം കോയിന് കിട്ടും, അവർ വേറെ എന്തെങ്കിലും സ്റ്റേക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയണം. എന്തിൻ്റെ ബേസിലാണ് നമുക്ക് കോയിൻ്റെ അലോക്കേഷൻ കിട്ടുക എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ കളിച്ച എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അവസാനം അവർ അവരുടെ ഇമെയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും നമുക്ക് കോയിൻ അലോക്കേഷൻ കിട്ടുക, എത്ര കോയിനായിരിക്കും കിട്ടുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോ എക്സ്ചേഞ്ചിലും ബിനാൻസിലും ബിറ്റ്ഗെറ്റിലും എല്ലാം ഹാംസ്റ്റർ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് എക്സ്ചേഞ്ചിലേക്കാണോ നമ്മൾ വിഡ്രോവൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് സെല്ല് ചെയ്ത് USDT ആക്കി മാറ്റാൻ പറ്റും. സെല്ലിങ്ങും ലിസ്റ്റിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ലിസ്റ്റിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ആപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോയിൽ എയർ ഡ്രോപ്പ് സെക്ഷനിൽ ഇവിടെ ക്ലിയർ അല്ല, സീസൺ 1 ഈസ് ഓവർ എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത് ചെക്ക് ചെയ്യുക. വേറെ ഒന്നും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ അതേപോലെ തന്നെ ഏൺ സെക്ഷനിൽ വന്നിട്ട് സീസൺ 2 കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജമ്മുകളൊക്കെ കളക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ പ്രൊഫൈൽ തുറന്നിട്ട് നമ്മുടെ ഓരോ ക്ലോത്തും നമുക്ക് വേണ്ട സ്കിന്നുകളൊക്കെ ക്ലെയിം ചെയ്ത് വെക്കുക. അത്രയാണ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ എയർ ഡ്രോപ്പിന് മുന്നായിട്ട് ലിസ്റ്റിങ്ങിന് മുന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.